മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വാരം എല്ലാവരും കാത്തിരുന്ന ഒരു കാര്യം RBIയുടെ പോളിസിയായിരുന്നു. അത് വിപണിയെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രതീക്ഷാജനകം ആയിരുന്നില്ല. എങ്കിൽ പോലും അപ്പോൾ പല ടെക്നിക്കൽ അനലിസ്റ്റുകളും വീണ്ടും വിപണി താഴേക്ക് പോയേക്കും എന്ന തരത്തിലുള്ള സൂചനകൾ നൽകി. എങ്കിൽ പോലും വിപണി ശക്തമായ തിരിച്ചുവരവ് ഒരു ദിവസത്തിന് ശേഷം നടത്തുകയായിരുന്നു. വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗും വളരെ മികച്ച നിലയിൽ തന്നെയായിരുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് വിപണി ഇപ്പോഴും ആ ബുള്ളിഷ് സോൺ അതിൽ തന്നെ തുടരുന്നു എന്നതാണ്. ഏതായാലും വിശദമായ ചർച്ചകൾക്ക് വേണ്ടി ഹെഡ്ജ് ഇക്വിറ്റീസ് CEO N. ഭുവനേന്ദ്രൻ ചേരുന്നു. ശ്രീ ഭുവനേന്ദ്രൻ, മാർക്കറ്റിനെ സംബന്ധിച്ച് റിസർവ് ബാങ്കിന്റെ പോളിസിക്ക് ഒരു ദിവസത്തെ ആയുസ് വിപണിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നുള്ളൂ. മറ്റ് മേഖലകൾ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും റിസൾട്ടുകൾ ബാങ്കുകളുടെ എടുത്താൽ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഒഴിച്ച് അതിന്റെ അസറ്റ് ക്വാളിറ്റി ഒരു നെഗറ്റീവ് രീതിയിലേക്ക് വന്നു. അതിന്റെ റിസൾട്ടുകൾ പൊതുവെ മോശമായിരുന്നു. ബാക്കി ബാങ്കിംഗ് ഓഹരികൾ പ്രത്യേകിച്ചും ICICI ബാങ്ക്, പിന്നെ ഓട്ടോ നോക്കുകയാണെങ്കിൽ മാരുതി വളരെ മികച്ച പ്രവർത്തന ഫലം, അവരുടെ മനേസർ പ്ലാന്റിൽ പ്രശ്നമുണ്ടായതിനു ശേഷവും ഇത്രയും മികച്ച പ്രവർത്തന ഫലം കാഴ്ചവെച്ചു. മഹീന്ദ്രയുടെ ഓട്ടോ സെയിൽസ് വളരെ മികച്ചത്, മാരുതിയുടെ മികച്ചതായിരുന്നു. ഇങ്ങനെ വിവിധ രീതിയിൽ നോക്കുമ്പോൾ ഇന്ത്യൻ കമ്പനികളെല്ലാം വീണ്ടും വളർച്ച വീണ്ടെടുത്തു എന്ന് തന്നെ വേണം നമ്മൾ പറയാൻ. ഇതെല്ലാം കൂടി പരിഗണിക്കുമ്പോൾ അടുത്ത ആഴ്ചത്തെ വാർത്തകളും കൂടി ചേർക്കുമ്പോൾ ഒരു പക്ഷേ വിപണി ദീപാവലിയോട് അടുപ്പിച്ച് 6000-ന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ 5900-ന്റെ ലെവലുകളിലേക്ക് നീങ്ങേണ്ടതില്ലേ? തീർച്ചയായിട്ടും. ഇതിവിടെ ഓവറോൾ നമ്മൾ ഈ ഒരു റിസൾട്ട് അനലൈസ് ചെയ്യുമ്പോൾ മാർക്കറ്റ് പ്രതീക്ഷിച്ചതിലും വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് അനൗൺസ് ചെയ്തത്. ആ ഒരു പ്രതീക്ഷ നിലനിർത്താൻ കഴിഞ്ഞതോ അതല്ലെങ്കിൽ മാർക്കറ്റ് പ്രതീക്ഷിച്ചതിലും വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് അനൗൺസ് ചെയ്തതോ ആയിരിക്കാം ഈ മാർക്കറ്റ് ഇപ്പോഴും 5700 ലെവലിൽ ക്ലോസ് ചെയ്യാനുള്ള ഒരു കാരണമുണ്ടായത്. ഇതിൻ്റെ ഒരു പ്രധാന റീസൺ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ബാക്കി ന്യൂസുകളെല്ലാം തന്നെ നെഗറ്റീവാണ്. RBI മാർക്കറ്റിന് പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ RBIക്ക് കഴിഞ്ഞില്ല. അതുപോലെ FISന്റെ ഫ്ലോ വളരെയധികം കുറഞ്ഞു. ലാസ്റ്റ് 2 വീക്സായിട്ട് FISന്റെ ഫ്ലോയിൽ കാര്യമായ കുറവ് സംഭവിച്ചു. കാരണം ഈ ഒരു റാലിക്ക് പ്രധാനമായിട്ടുള്ള കാരണം FISന്റെ ഒരു ഫ്ലോ തന്നെയായിരുന്നു. 315 crore ആണ് നെറ്റ് ക്യാഷ് മാർക്കറ്റിൽ FISന്റെ ബൈങ്, 290 crore 4 ദിവസം കൊണ്ട് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് സൈഡിലാണ്. അതേ സമയത്താണ് ഈ ക്യാഷ് ഫ്ലോയിൽ വലിയൊരു കുറവ് സംഭവിച്ചു. RBI മാർക്കറ്റിനെ നിരാശപ്പെടുത്തി. ഗ്ലോബൽ സിറ്റുവേഷൻ ഒന്നും അത്രത്തോളം പോസിറ്റീവ് അല്ല. ഈ അവസരത്തിലും മാർക്കറ്റ് 5700 മുകളിൽ ക്ലോസ് ചെയ്യാനുള്ള ഒരു റീസൺ സനൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആ ഒരു റിസൾട്ട് തന്നെയാണ്. ആ റിസൾട്ടാണ് ഇപ്പോഴും മാർക്കറ്റിന് ഈ പോസിറ്റീവ് സോണിൽ കണ്ടിന്യൂ ചെയ്യിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത് കമ്പനിയുടെ റിസൾട്ട് തന്നെയാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ റിഫ്ലക്ഷനാണ് പലപ്പോഴും സ്റ്റോക്കിൽ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്നു. സ്റ്റോക്കിൽ നിന്നും സെൻസെക്സിലേക്കും നിഫ്റ്റിയിലേക്കും പോകുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു സൈൻ എന്ന് പറയുന്നത് ഓവറോൾ ഇക്കണോമിക് സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. കാരണം വളരെ നല്ല റിസൾട്ട് വരുന്നത് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഇതോടൊപ്പം തന്നെ ഗ്ലോബൽ സിറ്റുവേഷനിൽ ഒരു മാറ്റം സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് വീണ്ടും ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യാനാണ് സാധ്യത. അതോടൊപ്പം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ കൊണ്ട് മാർക്കറ്റ് ഓൾമോസ്റ്റ് 20% ഗെയിൻ ഉണ്ടായി. അപ്പോൾ മാർക്കറ്റിന് വൺ സൈഡ് കണ്ടിന്യൂസ് അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കില്ല. ചെറിയ കറക്ഷൻസ് മാർക്കറ്റിന് ആവശ്യമാണ്. അത് തീർച്ചയായിട്ടും മാർക്കറ്റിന് ഹെൽത്ത് പകരാൻ കാരണമാകും. അപ്പോൾ ആ ഒരു ഹെൽത്തി കറക്ഷൻ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓവറോൾ മാർക്കറ്റ് പോസിറ്റീവ് സോണിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. നെക്സ്റ്റ് വീക്ക് ഇപ്പോൾ ലാസ്റ്റ് വീക്ക് നമ്മൾ റിസൾട്ട് അനലൈസ് ചെയ്യുമ്പോൾ BHEL മാത്രമാണ് മോശം റിസൾട്ട് അനൗൺസ് ചെയ്തത്. വിപ്രോ വളരെ നല്ല റിസൾട്ട് അനൗൺസ് ചെയ്തു. പവർ ഗ്രിഡ് വളരെ നല്ല റിസൾട്ടായിരുന്നു. മാരുതി, അതുപോലെ ഡോക്ടർ റെഡ്ഡീസ്, ഇതെല്ലാം ടൈറ്റാൻ, ഇതൊക്കെ വളരെ നല്ല റിസൾട്ട്, മാർക്കറ്റ് പ്രതീക്ഷിച്ചതിലും വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. നെക്സ്റ്റ് വീക്ക് വീണ്ടും റിസൾട്ടുകൾ വരാനിരിക്കുന്നു. ടാറ്റ മോട്ടോഴ്സ്, ഭാരതി പോലെയുള്ള ഒട്ടനവധി റിസൾട്ട്, കാനറ ബാങ്ക് പോലെയുള്ള കുറേ അധികം റിസൾട്ടുകൾ വരാനിരിക്കുന്നു. നമുക്ക് വിപ്രോയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ ചോദ്യങ്ങളിലേക്ക് കിടക്കുമ്പോൾ തന്നെ ആദ്യത്തെ ചോദ്യം പ്രദീപ് കുമാർ, അദ്ദേഹത്തിന് ഒട്ടേറെ സ്റ്റോക്കുകളുണ്ട്. പക്ഷേ അദ്ദേഹം വളരെ കൗതുകകരമായ ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. വിപ്രോയാണോ ഇൻഫോസിസ് ആണോ ഒരു ലോങ് ടൈം നിക്ഷേപം എന്നുള്ള നിലയ്ക്ക് പരിഗണിക്കേണ്ടത്? പ്രത്യേകിച്ചും പുള്ളിയുടെ ചോദ്യത്തിന് പ്രസക്തി ഏറുന്നത് ഇൻഫോസിസ് അതിന്റെ ഗ്രോത്ത്, വോളിയം ഗ്രോത്ത്, മറ്റു പല കാര്യങ്ങളിലും ഒരല്പം ദുർബലമായി വരുന്നു എന്ന തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് ആഗോള അനലിസ്റ്റുകൾ എല്ലാവരും തന്നെ ഇൻഫോസിസിന്റെ കാര്യത്തിൽ ആ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. വിപ്രോയെ സംബന്ധിച്ച് അവരുടെ ഡിമർജർ നടത്തുന്നു. അവരുടെ കൺസ്യൂമർ ഹെൽത്ത് കെയർ, നമ്മുടെ ലൈറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേറൊരു കമ്പനിയാക്കുന്നു. അതും വളരെ മികച്ച രീതിയിലാണ് അതിന്റെ നിക്ഷേപ അനുവാദം നൽകിയിരിക്കുന്നത് ഓഹരി ഉടമകൾക്ക്, വിപ്രോ എന്റർപ്രൈസസ് എന്ന് പറയുന്ന പുതിയ കമ്പനിയിൽ. ഇത് നോക്കുമ്പോൾ ഈ ചോദ്യത്തിന് എങ്ങനെയായിരിക്കും മറുപടി? ഇത് ഓവറോൾ ഇപ്പോൾ ഇൻഫോസിസിൻ്റെ ലാസ്റ്റ് ഒരു 5-6 ക്വാർട്ടർ റിസൾട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഇവരെ ഫോർകാസ്റ്റ് പലപ്പോഴും മോശമാകുന്നു. അതേസമയത്ത് റിസൾട്ട് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് അനൗൺസ് ചെയ്യാറ്. വിപ്രോയെ സംബന്ധിച്ച് ഈ ക്വാർട്ടർ റിസൾട്ട് മാർക്കറ്റ് പ്രതീക്ഷിച്ചതിലും വളരെ ബെറ്ററായി. അതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇവരുടെ ബിസിനസ് ഹെൽത്ത് കെയർ ആൻഡ് ലൈറ്റിംഗ് സെപ്പറേറ്റ് ചെയ്യുന്നു, ദെൻ എഞ്ചിനീയറിംഗ് ഡിവിഷൻ സെപ്പറേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ പോസിറ്റീവാണ്. അതിൻ്റെ റിഫ്ലക്ഷനാണ് ലാസ്റ്റ് വീക്ക് നമ്മൾ ആ സ്റ്റോക്കിൽ ഒരു അപ്മൂവ് ഉണ്ടായത്.
ഇപ്പോഴത്തെ രീതിയിൽ കുറച്ചുകൂടെ നമുക്ക് മുൻതൂക്കം കൊടുക്കാവുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വിപ്രോയാണ്. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിന്റെ വാല്യുവേഷൻ അതുപോലെ തന്നെ സ്റ്റോക്കിന്റെ പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ തീർച്ചയായിട്ടും വിപ്രോ ആയിരിക്കും കുറച്ചും കൂടെ കൂടുതൽ നന്നായി പെർഫോം. ഇൻഫോസിസ് ഒരല്പം താഴേക്ക് വരികയാണെങ്കിൽ വീണ്ടും താഴേക്ക് വരികയാണെങ്കിൽ ഒരു എൻട്രി നടത്തുന്നതിന് തീർച്ചയായിട്ടും ഇൻഫോസിസ് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഈ രണ്ട് സ്റ്റോക്കും അഡ്വൈസബിൾ ആണ്. ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂലാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴത്തെ രീതിയിൽ ഒരു പോസിറ്റീവ് മൊമെന്റം നിലനിൽക്കുന്നത് വിപ്രോയിലാണ്. അതോടൊപ്പം തന്നെ ഇൻഫോസിസിൽ ചെറിയൊരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ 2200 ലെവലിലൊക്കെ ഇൻഫോസിസ് വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. അതിനോടൊപ്പം ഇപ്പോഴത്തെ സ്റ്റാർ പെർഫോമറായിട്ട് അറിയപ്പെടുന്ന TCSനെ സംബന്ധിച്ചെന്താണ്? TCS എപ്പോഴും മാർക്കറ്റിന്റെ പ്രതീക്ഷയിൽ ഉപരിയായിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും നല്ല സ്റ്റോക്ക് എന്ന് പറയുന്നത് ടാറ്റയുടെ TCS തന്നെയാണ്. അതിനകത്ത് നമുക്ക് ഏറ്റവും മുൻതൂക്കം കൊടുക്കാവുന്ന സ്റ്റോക്ക് TCS തന്നെയാണ്. പ്രദീപ് കുമാറിന്റെ മറ്റ് ഓഹരികൾ നോക്കാം. അത് ഗ്ലെൻമാർക്ക്, പ്രത്യേകിച്ചും കഴിഞ്ഞ പാദങ്ങളിലെല്ലാം നമുക്കറിയാം വലിയ ലോസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പക്ഷേ അതിശക്തമായ തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത്. ഓഹരിയിലും അതിന്റെ പ്രതിഫലനം കണ്ടു. മികച്ച റിസൾട്ട്, അതിനോടനുബന്ധിച്ച് ഓഹരിയിൽ വലിയ മുന്നേറ്റം കണ്ടു. യെസ് ബാങ്ക് പുതുതലമുറയിലെ ഏറ്റവും ഒടുവിൽ വന്ന ബാങ്കാണ്. പക്ഷേ കൺസിസ്റ്റന്റ് ആയിട്ട് വളരെ നല്ല പെർഫോമൻസ് തരുന്ന ബാങ്ക്. മഹീന്ദ്ര, ഓട്ടോ സെയിൽസ് നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. HDIL, ഡോക്ടർ റെഡ്ഡീസ്, എങ്ങനെയാണ് ഈ ഓഹരികളുടെ? വളരെ നല്ലൊരു പോർട്ട്ഫോളിയോ തന്നെയാണ്. എല്ലാ സ്റ്റോക്കുകളും വളരെ നല്ല റിസൾട്ട് അനൗൺസ് ചെയ്തു. ഇതിൽ വിപ്രോ, ഗ്ലെൻമാർക്ക്, യെസ് ബാങ്ക്, മഹീന്ദ്ര ഒക്കെ വളരെ നല്ല റിസൾട്ട് അനൗൺസ് ചെയ്തു. ഇതിൽ ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിലൊക്കെ തന്നെ വളരെ ശക്തമായിട്ടുള്ളൊരു തിരിച്ചുവരവുണ്ടായി. അതിൻ്റെ റിഫ്ലക്ഷനും വളരെ നല്ല റിസൾട്ടും. ഇതിൻ്റെ ഒരു ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ 397 ആണ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. 367 സെക്കൻഡ് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നു. 470 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ദെൻ യെസ് ബാങ്ക് വളരെ നല്ല റിസൾട്ട് അനൗൺസ് ചെയ്തു. യെസ് ബാങ്ക് ഇപ്പോഴും ഒരു പോസിറ്റീവ് സോണിൽ മൂവ് ചെയ്യുന്ന ഒരു ബാങ്കിങ് സ്റ്റോക്കാണ്. എല്ലാ ക്വാർട്ടറും വളരെ നല്ല റിസൾട്ട് അനൗൺസ് ചെയ്യുന്നു. വളരെ നല്ല മാനേജ്മെന്റ് ആണ്. 390 ആൻഡ് 370 ആണ് രണ്ട് സപ്പോർട്ട് ലെവൽ. ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ 450 ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നു. ദെൻ മഹീന്ദ്ര ഓട്ടോമൊബൈൽ സെയിൽസ് ഒക്കെ വളരെയധികം നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട്. സ്റ്റോക്ക് പലപ്പോഴും മാർക്കറ്റ് വാച്ച് റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്ക് തന്നെയാണ്. വളരെ നല്ല റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തു. 880 ആൻഡ് 840 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 970 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ HDIL ആണ്. HDIL 96 ആൻഡ് 92. HDIനെ സംബന്ധിച്ച് റീസെന്റ് ആയിട്ട് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അത്രത്തോളം റിട്ടേൺ ലഭിച്ചിട്ടില്ല. പക്ഷേ ഫണ്ടമെന്റലി സൗണ്ട് തന്നെയാണ്. കാരണം വാല്യുവേഷൻ ഇപ്പോഴും ഒരു ഫെയർ വാല്യൂവിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. അതുകൊണ്ട് 96 ആൻഡ് 92 ലെവൽ തീർച്ചയായിട്ടും ഇത് പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരാവുന്നതാണ്. ഇദ്ദേഹത്തിന് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു ടെക്നിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 110 ആണ്. ആ ഒരു ലെവൽ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് പരിഗണിക്കാം. ദെൻ ഡോക്ടർ റെഡ്ഡീസ് ആണ്. വളരെ നല്ല റിസൾട്ട് അനൗൺസ് ചെയ്തു. സ്റ്റോക്ക് 1700 ആണ് ഫസ്റ്റ് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. ദെൻ 1654. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ സേഫ് ആയിട്ടുള്ള ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി തന്നെയാണ് ഡോക്ടർ റെഡ്ഡീസ്. 1850 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇദ്ദേഹത്തിൻ്റെ പ്രദീപ് കുമാറിൻ്റെ സ്റ്റോക്കുകളെല്ലാം തന്നെ ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ്. കാരണം വളരെ നല്ല റിസൾട്ടും ഈ സ്റ്റോക്കുകളെല്ലാം അനൗൺസ് ചെയ്തു. അതുകൊണ്ട് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. മാർക്കറ്റ് ദീപാവലിയോട് കൂടി കുറച്ചൊരു ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഈ സ്റ്റോക്ക് സേഫ് ആയിട്ടുള്ളൊരു ബെറ്റ് തന്നെയാണ്. നമുക്ക് അടുത്ത ആഴ്ചത്തെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ പരിശോധിക്കാം. പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അമേരിക്കൻ ഇലക്ഷൻസ്. ഇതൊക്കെ എങ്ങനെയായിരിക്കും? പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ച് ദീപാവലിയും വരുന്നുണ്ട്. എങ്ങനെയായിരിക്കും? മൺഡേ G20 മീറ്റിംഗ് വരുന്നു. 6th പ്രസിഡൻഷ്യൽ ഇലക്ഷൻ US-ൽ. അത് തീർച്ചയായിട്ടും മാർക്കറ്റിനെ ഏത് രീതിയിൽ എഫക്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം തെരഞ്ഞെടുപ്പിന് ശേഷം പ്രസിഡന്റ് അനൗൺസ് ചെയ്യുന്ന തീരുമാനം അനുസരിച്ചായിരിക്കും അത്. അതുപോലെ തന്നെ US എക്കണോമി തീർച്ചയായിട്ടും ഇന്ത്യൻ എക്കണോമിയെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ആ പുതിയ വരുന്ന പ്രസിഡന്റ് ഏത് ഡിസിഷൻ എടുക്കും എന്നതിനെ ആശ്രയിച്ചാണ് നമ്മളുടെ എക്കണോമിയിലൊക്കെ ചില ചേഞ്ചസ് അല്ലെങ്കിൽ മാർക്കറ്റ് അതിനോട് പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ട് റിയാക്ട് ചെയ്യാം. ദെൻ 8th ചൈനയുടെ ലീഡർഷിപ്പ് ചേഞ്ച്. അതൊരു പ്രത്യേകതയുണ്ട്. കാരണം ചൈന ഇപ്പോഴും സ്ലോ ഡൗണിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ ലീഡർഷിപ്പ് ഈ ഒരു ക്രൈസിസിൽ നിന്ന് ചൈനയെ ഉയർത്തിക്കൊണ്ടുവരാൻ എടുക്കുന്ന മെഷേഴ്സ് ഇന്ത്യയിലും തീർച്ചയായിട്ടും പോസിറ്റീവ്, ഏഷ്യയിൽ ആകമാനം ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിൽ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരാൻ പോകുന്നു. പ്രസ് മീറ്റ് ഉണ്ട്. അവരുടെ അനൗൺസ്മെന്റ് മാർക്കറ്റ് പോസിറ്റീവായിട്ട് കാണും. അതുപോലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇൻട്രസ്റ്റ് റേറ്റ്. ഇതൊക്കെയാണ് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മേജർ ന്യൂസ് എന്ന് പറയുന്നത്. ഇതിനനുസരിച്ച് മാർക്കറ്റിൽ ഒരു മൂവ്മെന്റ് പ്രതീക്ഷിക്കാം. ഇതിലുപരി പിന്നെ നമ്മളുടെ റിസൾട്ട് നെക്സ്റ്റ് വീക്ക് വരാൻ കാനറ ബാങ്ക് പോലെയുള്ള, ടാറ്റ മോട്ടോഴ്സ് പോലെയുള്ള, അതുപോലെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ റിസൾട്ട്, മേജർ റിസൾട്ടുകളെല്ലാം അടുത്ത ആഴ്ചയാണ്. HPCL, ONGC, IOC, BPCL റിസൾട്ടുകൾ വരുന്നു. ഇതൊക്കെ ഒരു പരിധിവരെ, പക്ഷേ ഇതുവരെ വന്ന റിസൾട്ട് അനലൈസ് ചെയ്യുമ്പോൾ വളരെ നല്ല റിസൾട്ട് വരാനാണ് സാധ്യത. അപ്പോൾ ഓവറോൾ ഇന്ത്യൻ കമ്പനികളൊക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു.
ചെയ്തു. ആ ഒരു പോസിറ്റീവ് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഈ ന്യൂസുകളൊക്കെ തന്നെ ഫേവറബിൾ ആവുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു റിസൾട്ട് ഒഴിച്ച് ബാക്കി കാര്യങ്ങളൊന്നും മാർക്കറ്റിന് അത്രത്തോളം ഫേവറബിൾ അല്ല ഇതുവരെ വന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് ഈ കാര്യങ്ങളൊക്കെ പോസിറ്റീവ് ആവുകയാണെങ്കിൽ ദീപാവലിയോട് കൂടി മാർക്കറ്റ് 5900 എന്ന് പറയുന്ന ലെവൽ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായും ഈ റിസൾട്ട് സീസൺ വളരെ മികച്ചതാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഒരുപക്ഷെ ഈ റിസൾട്ടുകൾ, ഇനി വരാനിരിക്കുന്ന റിസൾട്ടുകളുമായിരിക്കും ഒരുപക്ഷെ ഇന്ത്യൻ മാർക്കറ്റുകളെ ഇനിയും പുതിയ ലെവലുകളിലേക്ക് കൊണ്ടുപോകുന്നത്. തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. ഫിലിപ്പ് കോശിയുടെ സംശയമാണ്. അദ്ദേഹം ഒരു ഉപദേശം ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 16 ലക്ഷം രൂപ അദ്ദേഹം മാർക്കറ്റിൽ നിക്ഷേപിച്ചിരുന്നു. ശരിക്കും ട്രേഡ് ചെയ്തു അദ്ദേഹം. ആ ട്രേഡ് ചെയ്ത് ഏകദേശം 5 വർഷം കൊണ്ട് 10 ലക്ഷം രൂപ ഇതിൽ നിന്നും നഷ്ടപ്പെട്ടു. ഇനി 6 ലക്ഷം രൂപയാണ് ഇനി പൂർണ്ണമായും മാർക്കറ്റ് വാച്ചിൻ്റെ കൈകളിലേക്ക് അദ്ദേഹം വിട്ടുതന്നിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു പോർട്ട്ഫോളിയോ നിർമ്മിച്ചു കൊടുക്കണം എന്നാണ് ആവശ്യം. അദ്ദേഹത്തിന് ധൃതിയൊന്നുമില്ല. 5-8 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ പണം മതി. ഇനി 6 ലക്ഷം രൂപയുണ്ട്. ഓക്കെ, എന്തായാലും വൈകിയെങ്കിലും ബുദ്ധി ഉദിച്ചത് നന്നായി. ട്രേഡിങ്ങിലൂടെ പലപ്പോഴും നിക്ഷേപകർക്ക് പൈസ നഷ്ടപ്പെടുകയാണ്. ഇൻവെസ്റ്റ്മെന്റ് ആണ് ഏറ്റവും നല്ലത്. അദ്ദേഹത്തിന് നല്ലൊരു പോർട്ട്ഫോളിയോ നമുക്ക് കൊടുക്കാം. ആദ്യമായിട്ട് യെസ് ബാങ്ക് ആണ്, പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിലെ ഏറ്റവും നല്ല ബാങ്ക്, ഏറ്റവും നല്ല റിസൾട്ട് അനൗൺസ് ചെയ്യുന്നു. 380 and 347 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഈ ലെവൽ വരുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം അത് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. ടെക്നിക്കൽ റെസിസ്റ്റൻസ് 450 ആണ്, അദ്ദേഹം അത് പരിഗണിക്കേണ്ട കാര്യമില്ല. ദെൻ ഹിൻഡാൽക്കോയാണ് 110, 100 ഈ രണ്ട് ലെവൽ വരുമ്പോൾ രണ്ട് സ്റ്റേജ് ആയിട്ട് ഇദ്ദേഹം ഇൻവെസ്റ്റ്മെൻറ്റിന് ഈ സ്റ്റോക്ക് പരിഗണിക്കുക. ഈ ഒരു ലെവൽ വരികയാണെങ്കിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അതിനൊരു പേഷ്യൻസ് കാണിക്കുക. ചിലപ്പോൾ ഇമ്മീഡിയറ്റ് ഈ ഒരു മാസം തന്നെ ഈ ഒരു ലെവൽ വരാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കുക. 3-4 മാസത്തിനുള്ളിൽ ഈ ഒരു ലെവൽ വരികയാണെങ്കിൽ മാത്രം ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കുക. ദെൻ IDFC ആണ് 144 and 130 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഈ ലെവൽ വരുമ്പോൾ നിക്ഷേപം പരിഗണിക്കുക. ദെൻ പെട്രോനെറ്റ് LNG ആണ്. പെട്രോനെറ്റ് LNG ലാസ്റ്റ് വീക്ക് റിസൾട്ട് വളരെ നല്ലതായിരുന്നു. 156 and 148 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ദെൻ BHEL ആണ്. BHEL മാത്രമാണ് ലാസ്റ്റ് വീക്ക് റിസൾട്ട് മോശമായത്. അതിൻ്റെ റിഫ്ലക്ഷൻ നമ്മൾ ആ സ്റ്റോക്കിൽ കണ്ടു. 210 and 196 സേഫായിട്ടുള്ള രണ്ട് എൻട്രി ലെവലാണ്. ദെൻ ടാറ്റ മോട്ടോഴ്സ് നെക്സ്റ്റ് വീക്ക് റിസൾട്ട് വരുന്നു. റിസൾട്ടിന് ശേഷം ഒരു ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു ലെവൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. 250 and 239 വളരെ സേഫ് ആയിട്ടുള്ള ഒരു മോശം റിസൾട്ട് വരികയാണെങ്കിൽ 239 ലെവൽ വരാം. അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. യെസ് ബാങ്ക്, ഹിൻഡാൽക്കോ, IDFC, അതുപോലെ പെട്രോനെറ്റ് LNG, BHEL, ടാറ്റ മോട്ടോഴ്സ് ഈ പോർട്ട്ഫോളിയോ ലോങ് ടൈം പോയിന്റ് ഓഫ് ഈ ലെവലുകൾ വരുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ട്രേഡിംഗ് പൂർണ്ണമായിട്ടും അദ്ദേഹം അവോയ്ഡ് ചെയ്യുക. ഈ ഒരു ലെവൽ വരുമ്പോൾ മാത്രം. കാരണം ഇപ്പോഴത്തെ രീതിയിൽ മാർക്കറ്റ് കുറച്ചൊരു പോസിറ്റീവ് സോണിലാണ് മൂവ് ചെയ്യുന്നത്. കുറച്ചുകൂടെ ഹയർ ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം വീണ്ടും കറക്ഷൻ മാർക്കറ്റിൽ സംഭവിക്കാം. അങ്ങനെ ഒരു കറക്ഷൻ സംഭവിക്കുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റിന് ഈ സ്റ്റോക്കുകൾ പരിഗണിക്കുക. ഫിലിപ്പ് പണം കളഞ്ഞത് പ്രധാനമായും ഡേ ട്രേഡിങ്ങിലും കൂടിയാണ്. അപ്പോൾ ഡേ ട്രേഡിങ് തീർത്തും വർജ്യമാണ്. അത് തീർത്തും ഒഴിവാക്കുക എന്ന സന്ദേശവും കൂടി നമ്മൾ നൽകേണ്ടതുണ്ട്. മറ്റൊരു ചോദ്യം രഞ്ജിത്ത് പനക്കൽ, അദ്ദേഹത്തിൻ്റെ ചോദ്യം ഹാവൽസ്, ജെറ്റ് എയർ, LIC ഹൗസിംഗ് ഫിനാൻസ്, ഗ്രാനുൾസ്. ഈ സ്റ്റോക്കുകൾ വളരെയധികം പോർട്ട്ഫോളിയോ ഉണ്ട്. ഇതിൽ നമുക്ക് പരിഗണിക്കാവുന്ന സ്റ്റോക്ക് ഹാവൽസ് ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. 564 and 540 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന രണ്ട് സപ്പോർട്ട് സോൺ. 640 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് മാർക്കറ്റ് ഒരു 5900 ലെവലിലേക്ക് ദീപാവലിയോട് കൂടി ഒരു പോസിറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ 640 ലെവലിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതൊരു ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ അദ്ദേഹത്തിന് വേണമെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആണ്. ദെൻ ജെറ്റ് എയർവേസ് ആണ്. എയർലൈൻ ഇൻഡസ്ട്രി എല്ലാം തന്നെ നഷ്ടത്തിലാണ്. ഇപ്പോഴത്തെ രീതിയിൽ ഒരു ഫർദർ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ അല്ല ഈ സ്റ്റോക്ക്. ഇതിൻ്റെ ഒരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 340 and 320 രണ്ട് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നു. ഓവറോൾ മാർക്കറ്റ് പോസിറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ ഒരു മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു സേഫ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ജെറ്റ് എയർവേസ് ഇപ്പോഴത്തെ രീതിയിൽ പരിഗണിക്കാൻ സാധിക്കില്ല. കുറച്ചുകൂടെ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ മാത്രം ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. 386 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ LIC ഹൗസിംഗ് ഫിനാൻസ് ആണ്. ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. 240 and 228 ലെവൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. 270 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഗ്രാനുൾസ് ആണ്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. പ്രോഫിറ്റ് ഇൻഡസ്ട്രി ആവറേജിലും കുറവാണെന്നുള്ളതാണ് ഈ കമ്പനിയെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്. വാല്യുവേഷൻ കുറവാണ് ഇപ്പോൾ. 170 and 151 155, 51 ലെവൽ വരികയാണെങ്കിൽ അതൊരു സേഫ് വാല്യുവേഷൻ, ഒരു ഫെയർ വാല്യൂവിൽ വരും. ആ ഒരു ലെവൽ വരുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. 230 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ആ ഒരു 230 ലെവൽ വരികയാണെങ്കിൽ തൽക്കാലം ഈ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് മാറുന്നത് നല്ലതായിരിക്കും. ഇദ്ദേഹത്തിൻ്റെ സ്റ്റോക്കുകളെല്ലാം തന്നെ ഫണ്ടമെന്റലി സൗണ്ട് ആണ്. അടുത്തൊരു കറക്ഷൻ സംഭവിക്കുമ്പോൾ ഈ സ്റ്റോക്ക് ഒന്നുകൂടി ആവറേജ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. ഗ്രാനുൾസ് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ബിസിനസ് ആണെന്ന് ഫാർമ മേഖലയിൽ തന്നെ ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള ഒരു
ബോഡി ബിൽഡിംഗ് അത്തരത്തിൽ അതെ. പക്ഷെ ഇതിന്റെ പ്രോഫിറ്റ് ആ ഇൻഡസ്ട്രി ആവറേജിലും എത്രയോ കുറവാണ്. ആ പ്രോഫിറ്റ് മോശമാണ്. അതാണ്. അപ്പോൾ ഫ്യൂച്ചർ ബിസിനസ് ആണെങ്കിലും ഇത് എത്രത്തോളം എഫക്റ്റീവായി വരും എന്നതിനെ ആശ്രയിച്ചിട്ടും കമ്പനിയുടെ പെർഫോമൻസ്. അതുകൊണ്ടാണ് തൽക്കാലം ഈ ഒരു ലെവൽ വരുമ്പോൾ എക്സിറ്റ് ചെയ്ത് തന്നെ ഒരു റീ എൻട്രി ചെയ്യുന്നതായിരിക്കും നല്ലത്. മറ്റൊരു പ്രധാനപ്പെട്ട ഓഹരി കേരളത്തിൽ നിന്നുള്ള വി-ഗാർഡ് കഴിഞ്ഞ ദിവസം അതിൻ്റെ പ്രവർത്തന ഫലം പുറത്തു വന്നു. ഏകദേശം 18-19 കോടി രൂപയുടെ വലിയ ബമ്പർ റിസൾട്ടാണ് കാഴ്ചവെച്ചത്. ഒപ്പം മാർക്കറ്റിലും അതിന് കഴിഞ്ഞ കുറച്ച് 1-2 മാസങ്ങളായിട്ട് വലിയ മുന്നേറ്റം നടത്തി. നമുക്കറിയാം ഏകദേശം 80 രൂപ 90 രൂപ ലെവലിൽ കുറച്ച് നാളുകൾ മുമ്പ് നിന്നിരുന്ന ഓഹരിയാണ്. ഇപ്പോൾ ഏകദേശം 450 രൂപയ്ക്ക് അടുത്തേക്ക് വന്നിരിക്കുകയാണ് ഈ ഓഹരി. ഇത് വലിയൊരു ഒരു എന്തൂസിയാസം അല്ലെങ്കിൽ വലിയൊരു താല്പര്യം കേരളത്തിൽ നിന്നുള്ള നിക്ഷേപകർ പലപ്പോഴും ഇവിടെ വിളിക്കുന്നവർ പലരും ചോദിക്കാറുണ്ട്. എന്തായിരിക്കണം അതിലൊരു സ്ട്രാറ്റജി? ഫണ്ടമെന്റലി സ്റ്റോക്ക് വളരെ നല്ലതാണ്, വളരെ നല്ല മാനേജ്മെൻറ്റുമാണ്. നമ്മൾ പലപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ വളരെ നല്ല ലാസ്റ്റ് 2 ക്വാർട്ടറും വളരെ നല്ല റിസൾട്ട് അനൗൺസ് ചെയ്തു. അപ്പോൾ സ്റ്റോക്ക് ഓവറോൾ സ്റ്റോക്ക് ഒരു പോസിറ്റീവ് സോണിൽ തന്നെയാണ്. വീണ്ടും ഹയർ ലെവലിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത. ഈ ഒരു പ്രോഫിറ്റ് നിലനിർത്താൻ സാധിക്കുമെങ്കിൽ ചെറിയ കറക്ഷൻ സംഭവിക്കും. ഒരു സേഫ് എൻട്രി ലെവൽ എന്ന് പറയുന്നത് റീ എൻട്രി നടത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ എനിക്ക് 370-380 ലെവൽ ഒരു കറക്ഷൻ സംഭവിച്ചതിന് ശേഷം ആ സ്റ്റോക്കിൽ എൻട്രി ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോഴത്തെ രീതിയിൽ ഈ സ്റ്റോക്ക് ഒരു പോസിറ്റീവ് സോണിലാണ് മൂവ് ചെയ്യുന്നത്. വീണ്ടും ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യാം. പക്ഷേ ഒരു എൻട്രി ഇപ്പോഴത്തെ കറണ്ട് ലെവൽ ഒരു ഷോർട്ട് ടൈം ഗെയിനിന് വേണ്ടി ഒരു എൻട്രി അഡ്വൈസബിൾ ആയിരിക്കില്ല. കാരണം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ കറക്ഷൻ, ഒരു കൺസോൾട്ടേഷൻ വരാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ഒരു എൻട്രി ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ സേഫ് ആണ്. അങ്ങനെയെങ്കിലും ഒരു വലിയ നേട്ടം തന്നെ ഒരു പക്ഷേ കിട്ടിയേക്കാം. തീർച്ചയായിട്ടും അതൊരു 1 to 2 ഇയർ ഹോൾഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ 800-900 ലെവലിലേക്ക് പോകാനുള്ള സ്ട്രെങ്ത് ഇപ്പോഴത്തെ ഈ റിസൾട്ട് ഇതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്യുകയാണ്, ഈ സെയിൽസ് ഇതേപോലെ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ സ്റ്റോക്ക് വളരെയധികം ഹയർ ലെവലിലേക്ക് ഇപ്പോഴത്തെ രീതിയിൽ നിന്ന് ഒരു 2 ഇയേഴ്സ് ഡൗൺ ദ ലൈൻ ഡബിൾ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. നമുക്ക് VT ചെറിയാൻ കോട്ടയം അദ്ദേഹത്തിൻ്റെ ചോദ്യം പരിശോധിക്കാം. GVK പവർ, മറ്റൊന്ന് ടാറ്റ കെമിക്കൽസ്, ഡിഷ് TV, ഇങ്ങനെ 3 ഓഹരികളാണ് അദ്ദേഹം വാങ്ങിയിരിക്കുന്നത്. ഇതിൽ എന്ത് സ്ട്രാറ്റജി എടുക്കണം എന്നുള്ളതാണ് ചോദ്യം. ഇതിൽ GVK വാല്യുവേഷൻ കുറച്ച് ഇഷ്യൂസ് ഇപ്പോഴും ഈ സ്റ്റോക്കിൽ നിലനിൽക്കുന്നു. അതാണ് ഈ സ്റ്റോക്ക് ഒരു മൂവ്മെൻറ്റ് ലാസ്റ്റ് എനിക്ക് തോന്നുന്നു കുറച്ച് നാളുകളായിട്ട് ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺ കൊടുത്തിട്ടില്ല സ്റ്റോക്ക്. അപ്പോൾ 1080 and 960 ആണ് 2 സപ്പോർട്ട് ലെവൽ. ആ ഒരു ലെവൽ വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ ഡൗൺ സൈഡ് റിസ്ക് ഈ സ്റ്റോക്കിൽ കുറവാണ്. 1510 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ടാറ്റ കെമിക്കലാണ് 308 and 298. ഈ 2 ലെവലാണ് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. ടാറ്റ കെമിക്കൽ ഫണ്ടമെന്റലി സൗണ്ട് ആണ്. ഈ ലെവൽ 300 ലെവൽ ഒരു സേഫ് റീ എൻട്രി ലെവലായിട്ട് നിക്ഷേപകർക്ക് പരിഗണിക്കാം. 334 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാതെ ടെക്നിക്കൽ റെസിസ്റ്റൻസ്. ദെൻ ഡിഷ് TV ആണ്. ഡിഷ് TV ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. 70 to 68 ഈ ലെവൽ വരികയാണെങ്കിൽ മാത്രം ഒരു ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. 84 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഈ GVK പവർ, ടാറ്റ കെമിക്കൽ, ഡിഷ് TV ഫണ്ടമെന്റലി GVK മാത്രമാണ്. അതാണ് വാല്യുവേഷൻ ഇപ്പോഴും നമുക്കറിയാം വളരെ ലോവർ വാല്യൂവിലാണ് ട്രേഡിംഗ് നടക്കുന്നത്. കമ്പനി ഡെറ്റ് കൂടി നിൽക്കുന്നു എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചൊരു നെഗറ്റീവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു ഇഷ്യൂ തന്നെയാണ് അതിന്റെ സ്റ്റോക്കിൽ റിഫ്ലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അടുത്തൊരു കറക്ഷനോട് കൂടി ആ സ്റ്റോക്കിൽ ഷോർട്ട് ടൈം ഗെയിനിന് വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. നന്ദി ശ്രീ ഭുവനേന്ദ്രൻ. മാർക്കറ്റിനെ സംബന്ധിച്ച് ഇപ്പോഴും അതിന്റെ റെസിസ്റ്റൻസ് 5730 ആ ലെവൽ ഭേദിക്കാൻ ഇപ്പോഴും ആയിട്ടില്ല. പക്ഷേ അതിൻ്റെ സപ്പോർട്ട് സോൺ ഇപ്പോഴും അത് കീപ്പ് ചെയ്യുന്നുണ്ട്. 5600 ആ ലെവലുകൾ ഇപ്പോഴും സൂക്ഷിക്കുന്നു. അടുത്ത ആഴ്ച പ്രധാനമായും വരാനിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷനാണ്. അതിൻ്റെ ഫലം എന്തുതന്നെയായാലും ഇന്ത്യൻ നിക്ഷേപകരെ സംബന്ധിച്ച് അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യം ദീപാവലിയാണ്. എല്ലാ ദീപാവലികളും പൊതുവെ അനുകൂലമാകാറുണ്ട്. ആ ഒരു പ്രതീക്ഷ അടുത്ത സമ്പത്ത് 2069 ഇക്കുറി വരാനിരിക്കുന്നത്. ദീപാവലിയോട് അനുബന്ധിച്ച് പ്രത്യേക മുഹൂർത്ത വ്യാപാരമുണ്ട്. അതിനോടനുബന്ധിച്ച് മാർക്കറ്റ് ഒരുപക്ഷെ നിഫ്റ്റി 5900, 6000 ലെവലുകളിലേക്ക് കിടക്കും എന്ന പ്രതീക്ഷയിലാണ് പൊതുവെ ഇന്ത്യൻ നിക്ഷേപകർ. അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.